ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട പിതൃവ്യ, ഞാൻ താങ്കൾക്കൊരു സമ്മാനം തരട്ടെ. താങ്കൾ ആ സമ്മാനം ഏറ്റെടുത്താൽ, ആ സമ്മാനം സ്വീകരിച്ച് താങ്കളത് പ്രവർത്തിച്ചാൽ താങ്കളുടെ മുഴുവൻ പാവങ്ങളും അല്ലാഹു പുറത്തു തരും. മുഴുവൻ പാവങ്ങളും പുറത്തു തരും എന്ന് പറഞ്ഞാൽ പഴയ പാവങ്ങളും പുതിയ പാവങ്ങളും, താങ്കൾ അറിഞ്ഞു ചെയ്ത പാവങ്ങളും അറിയാതെ ചെയ്ത പാവങ്ങളും, ചെറിയ പാവങ്ങളും വലിയ പാപങ്ങളും, രഹസ്യമായി ചെയ്ത പാപങ്ങളും പരസ്യമായി ചെയ്ത പാപങ്ങളും, മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായിക്ക് തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം വിവരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ നമസ്കാരം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അത് ചെയ്യണം, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് നിർവഹിക്കണം, അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യണമെന്നാണ്. നമ്മൾ സാധാരണ എല്ലാ വർഷവും ലൈലത്തുൽ ഖദറിനോടനുബന്ധിച്ച് ആ രാത്രിയിൽ നമ്മൾ ആ നമസ്കാരം നിർവഹിക്കാറുണ്ട്. ആ നമസ്കാരത്തിന്റെ രൂപം ചെറിയ രീതിയിലൊന്ന് വിവരിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹനഫി മദ്ഹബ് പ്രകാരമുള്ള നമസ്കാരത്തിന്റെ രൂപമാണ് വിശദീകരിക്കുന്നത്. നമ്മൾ തസ്ബീഹ് നമസ്കാരം നിർവഹിക്കുമ്പോൾ 4 റക്അത്തായിട്ട് നമസ്കരിക്കാം, 2 റക്അത്ത് വീതവും നമസ്കരിക്കാം. ഈ നമസ്കാരത്തിൽ 300 തസ്ബീഹ് തീരണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് 300 തവണ തീരണം. ഈ നമസ്കാരത്തിന്റെ രൂപം ശ്രദ്ധിക്കുക. നമ്മൾ 4 റക്അത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്ബീർ പറഞ്ഞ് കൈകെട്ടുക. കൈകെട്ടിയതിനു ശേഷം നമസ്കാരത്തിൽ നാം സാധാരണ ഓതാറുള്ള സനാ ഓതണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന സനാ ഓതിയതിനു ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 15 തവണ ചൊല്ലണം. അതിനുശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയോടൊപ്പം സൂറത്ത് തക്കാസുർ, അൽഹാഖുമുത് തക്കാസുർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതൽ പ്രത്യേകമായ സുന്നത്താണ്. ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം ഈ തസ്ബീഹ് 10 പ്രാവശ്യം പറയുക. ശേഷം റുക്കൂ ചെയ്യുക. റുക്കൂയിലുള്ള സുബ്ഹാന റബ്ബിയൽ അലീം എന്ന ദിക്ർ 3 തവണ ചൊല്ലിയതിനു ശേഷം ഈ തസ്ബീഹ് 10 പ്രാവശ്യം പറയുക. തുടർന്ന് റുക്കൂവിൽ നിന്നും ഉയർന്ന് ഇഅ്തിദാലിൽ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ചെറിയ നൃത്തം, ആ നൃത്തത്തിൽ 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലണം. അതിനുശേഷം ഒന്നാമത്തെ സുജൂദിൽ 10, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10. അപ്പോൾ 75 തസ്ബീഹായി. ഇങ്ങനെ 4 റക്അത്തുകളിലായി 300 തസ്ബീഹ് തീരണം. ഇതാണ് തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം. എല്ലാവരും ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഈ പരിശുദ്ധമായ നമസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്.